ഹലോ ഡിയേഴ്സ്, നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് 5 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഡയറക്റ്റ് ആയിട്ടാണ് ഇത് ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഈ ഡയഗ്രം നമുക്ക് കണ്ടാൽ അറിയാം, ഇത് ഇക്വിലിബ്രിയത്തിന്റെ ഡയഗ്രമാണ്. ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എ ബി ആണ്. എ ബി നമുക്കറിയാം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതെന്തായാലും ബഡ്ജറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഇ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ പോയിന്റ് ഇ ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഇലാബറേറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. 3 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. ഹയർ ഐസി ആയിരിക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. 2 ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ഈ 3 ഫീച്ചേഴ്സ് ആണുള്ളത്. അടുത്ത ചോദ്യം, പോയിന്റ് സി ഈസ് നോട്ട് ദ ഇക്വിലിബ്രിയം പോയിന്റ്. എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ട്, കാരണം പോയിന്റ് ഇ ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ പോയിന്റ് സി ഇരിക്കുന്നത് താഴെയുള്ള ഐ സി കർവിലാണ്. മുകളിലുള്ള ഐ സി ആണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരിക എന്ന് നമുക്കറിയാം. മുകളിലുള്ള ഐ സിയിൽ തന്നെ ബഡ്ജറ്റ് ലൈനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരിക. കാരണം കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അതെപ്പോഴും ഹയർ ഐ സിയിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരിക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കുക. ഓൾ ദി ബെസ്റ്റ്.